ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുൻ അലുമിനി സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ ലത്തീഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. നിറഞ്ഞ കയ്യടികളുമായി റീഗ്നൈറ്റ് 2025 എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1979 ഞാനൊരു ട്രൗസർ ഇട്ടിട്ട് ടൈ കെട്ടിയിട്ട്, അന്ന് കറുപ്പ് ടൈ ഉണ്ടായിരുന്നു, ഷൂസും സോക്സൊക്കെ ഇട്ടിട്ട് ഇവിടെ ചുവന്ന മണ്ണടിച്ച വട്ടമ്പാടത്തിൻ്റെ 4ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ ഇവിടെ ഒരുപാട് പ്രിൻസിപ്പൾമാർ മാറിയിട്ടുണ്ട്, ഒരുപാട് ബാച്ച് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും മാറാതെ 42 കൊല്ലം ഈ ക്യാമ്പസിൻ്റെ എല്ലാ മണൽത്തരികളുടെയും കഥ അറിയുന്നൊരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ തൊട്ടടുത്തിരുന്ന നമ്മുടെ പിയൂൺ കുഞ്ഞോമുതുക്ക, കുഞ്ഞോക്കൊന്ന് മീറ്റുന്നേ. ഇതാണ് ആ വ്യക്തി, നിങ്ങൾക്ക് അറിയണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ, ഞാൻ 2000 മില്ലേനിയം ബാച്ചിൻ്റെ പരിപാടിക്കാണല്ലോ വന്നത്, പക്ഷേ ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ എന്നെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ബയോളജി പഠിപ്പിച്ച ഗീത ടീച്ചർ ഇവിടെ കാണാൻ പറ്റി. ടീച്ചർ ഒന്ന് എഴുന്നേറ്റുന്നേ. സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി വന്നത്. ഞാൻ നിങ്ങളുടെ പരിപാടിക്കാണോ എൻ്റെ പരിപാടിക്കാണോ വന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ സമയം അധികം എടുക്കില്ല, പെട്ടെന്ന് നിർത്താം. ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും സ്കൂൾ ലീഡറായിരുന്നു. 9ാം ക്ലാസ്സിൽ ഫെബ്രുവരി മാസത്തിൽ, മാർച്ചിലാണല്ലോ പരീക്ഷകൾ, ഫെബ്രുവരി മാസത്തിൽ എന്നെ എൻ്റേതല്ലാത്ത കുറ്റത്തിന് സസ്പെൻഡ് ചെയ്തു പ്രിൻസിപ്പാൾ. AC കാർഡ് അടുത്ത് പലരും പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്കൂളിൻ്റെ കാര്യം പ്രിൻസിപ്പാളാണ് നോക്കുക, ഞാനതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു. 1 മാസം ഞാൻ പുറത്തു നിന്നു. എന്നും രാവിലെ വരും, ചോറ്റുംപാത്രമായിട്ട് വരും, ഇവിടെ നിൽക്കും, പുറത്ത് നിൽക്കാനുണ്ട്, എന്നെ കയറ്റിയില്ല. 1 മാസം ഞാൻ സസ്പെൻഷനിലായിരുന്നു. 1 മാസം കഴിഞ്ഞ് മാർച്ച് 1-ാം തീയതി പരീക്ഷയ്ക്ക് മുമ്പ് എൻ്റെ എല്ലാ ടീച്ചേഴ്സും ചെന്ന് പ്രിൻസിപ്പളോട് പറഞ്ഞ് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിൻ്റെ പേരിൽ എന്നെ തിരിച്ചെടുത്തു. ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ ഒരു ടീച്ചർ, എന്നെ മാത്സ് പഠിപ്പിച്ചെന്ന ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലത്തീഫേ, ഇതിന് മധുരമായി ഒരു സ്വീറ്റ് റിവെഞ്ച് നീ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ ടീച്ചർ ഈ സ്വീറ്റ് റിവെഞ്ച് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്രാവശ്യം 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് നീ ആയിരിക്കണം എന്നെന്നോട് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷനായിരുന്നു. ഞാൻ 4 റാങ്കിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കളിച്ചിരുന്ന ഒരാളാണ്. ആറവ് റഫീഖാണ് എപ്പോഴും ഫസ്റ്റ് റാങ്ക് വരിക. 9ാം ക്ലാസ്സിലത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് റാങ്ക് നേടാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ടീച്ചറിൻ്റെ മോട്ടിവേഷനാണ്. അന്ന് എനിക്ക് മനസ്സിലായി, ഒരാളെ മോട്ടിവേറ്റ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഹുസൈൻ അൻവരി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിന്ന് ഞാൻ പഠിച്ചൊരു സംഗതിയുണ്ട്. ഈ മരത്തടിക്കകത്ത് മനോഹരമായൊരു ശില്പമുണ്ടായിരിക്കുന്നു. പക്ഷെ ആ ശില്പത്തെ പുറത്തെടുക്കണമെങ്കിൽ വേണ്ടാത്ത സാധനങ്ങളെ കൊത്തിക്കളയണം, അപ്പോഴേ ആ ശില്പത്തിൻ്റെ രൂപത്തിൽ വരുള്ളൂ. അങ്ങനെ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ശില്പങ്ങളെ ICA രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ പിന്നിൽ വരുന്ന ഒരുപാട് മരത്തടികളുണ്ട്, അതിനൊക്കെ മനോഹരമായ ശില്പങ്ങളായിട്ട് കൊത്തിയെടുക്കണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ സസ്പെൻഷൻ്റെ പിന്നിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി അതിലൊരു കഥാപാത്രമാണ്. ഞാൻ ജോലി കിട്ടി ഹോസ്പിറ്റൽ ജോയിൻ ചെയ്തിട്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഡെൻ്റൽ ചെയറിൽ മലർന്നു കിടന്നു റൂട്ട് കനാലിന് വേണ്ടി. ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി സൂചി എടുത്ത് കയ്യിൽ ലോഡ് ചെയ്ത് പിടിച്ചപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ലത്തീഫേ, പഴയ ദേഷ്യമൊന്നും മനസ്സിലില്ലല്ലോ എന്ന് ചോദിച്ചു. കുറേ നേരം ഞങ്ങൾ ചിരിച്ചു. നിഷ്കളങ്കമായ ബന്ധം, സ്നേഹം എന്നൊക്കെ പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിലെ നമ്മുടെ കലാലയത്തിലെ ബന്ധത്തിൽ നിന്നേ നമുക്ക് കിട്ടും. നമ്മുടെ ഉമ്മയും വാപ്പയും നമുക്ക് തരുന്ന അതിമനോഹരമായ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ അപ്പുറം നമുക്ക് നിഷ്കളങ്കമായ ബന്ധമുള്ളത് നമ്മുടെ അധ്യാപകരിൽ നിന്ന് മാത്രമാണ്. ഒരിക്കൽ വയനാട് പോകുമ്പോൾ കൊടുവള്ളിയിലുള്ള എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സലാം സാറിൻ്റെ വീട്ടിൽ ഞാൻ കയറി. കുറേ കാലത്തിന് ശേഷം കണ്ടതാ. ഞാൻ അവിടുന്ന് ചായ കുടിച്ച് എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു പോരുമ്പോൾ എന്നോട് പറഞ്ഞു, വണ്ടിയുടെ ഡിക്ക് തുറക്കു പറഞ്ഞു. ഡിക്ക് തുറന്നപ്പോൾ ഒരു അരച്ചാക്ക് കുരുമുളക്, 2 പഴത്തിൻ്റെ കൊല, ഇതൊക്കെ വെച്ച് തന്നിട്ടാണ് സാറിനെ യാത്രയാക്കിയത്. ഞാൻ പറയുന്നത്, ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളും ഏറ്റവും മനോഹരമായ ഊഷ്മളമായ ബന്ധങ്ങളും നമുക്ക് കിട്ടുക ഈ കലാലയത്തിൻ്റെ ജീവിതത്തിലാണ്. അത് എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഗെറ്റ് ടുഗദറുകൾ നമുക്ക് ആവശ്യമാണ്. 1992 AC കൈപ്പിടിച്ച് തന്ന ICA അലുമിനിയെ 23 കൊല്ലം ഞാൻ കൊണ്ടുപോയി പിന്നെ ബാറ്റൺ കൈമാറി പുതിയ സാരഥികൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ അവരെ ഒപ്പമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ICA അലുമിനിക്ക് ഒരു ചാരിറ്റി വിങ്ങുണ്ട്. നമ്മളിൽപ്പെട്ട പലരും മരിച്ചു പോവുകയും രോഗികളാവുകയും കിടപ്പിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതം നയിക്കുന്ന ICA അലുമിനി സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന പദ്ധതി, അതുപോലെ നമ്മുടെ നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് സ്റ്റാഫിൻ്റെ
അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന പദ്ധതിയാണ് ICA അലുമിനി ചാരിറ്റി വിങ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യൊപ്പ്, മില്ലേനിയത്തിൻ്റെ കയ്യൊപ്പ് ICA ചാരിറ്റി വിങ്ങിന് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിൻ്റെ ആശംസകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.